നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വത്തിക്കാന്റെ ചരിത്രപരവും കലാപരവുമായ സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായുള്ള സ്ഥിരം കമ്മീഷന്റെ പ്രസിഡന്റായി വനിതയും പ്രൊഫസറുമായ എൽവിറ കഹാനോയെ നിയമിച്ചു. റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിലെ ചരിത്ര സ്മാരക പൈതൃക വിഭാഗത്തിലെ അധ്യാപികയായി സേവനം ചെയ്തു വന്നിരുന്ന പ്രൊഫസർ എൽവിറ കഹാനോയെ വത്തിക്കാന്റെ കലാപരമായ സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായുള്ള അധ്യക്ഷയായാണ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ നിയമിച്ചിരിക്കുന്നത്. 1923 ജൂൺ 27-ന് പിയൂസ് 13 പാപ്പയാണ് പരിശുദ്ധ സിംഹാസനത്തിലെ ചരിത്രപരവും കലാപരവുമായ സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായുള്ള സ്ഥിരം കമ്മീഷൻ സ്ഥാപിച്ചത്. മെക്സിക്കോയിൽ വിശുദ്ധാചരണത്തിനും സമാധാനത്തിനുമായുള്ള പ്രതിബദ്ധതയ്ക്കും ആഹ്വാനം ചെയ്ത് ബിഷപ്പുമാർ. ഏപ്രിൽ 13-ന് ആരംഭിച്ച് ഏപ്രിൽ 20-ന് അവസാനിക്കുന്ന വിശുദ്ധവാരത്തിൽ സമാധാനത്തിനായുള്ള പ്രത്യാശയും പ്രതിബദ്ധതയും പുതുക്കാൻ മെക്സിക്കൻ ബിഷപ്പുമാർ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ടി റിസർച്ച് MX തയ്യാറാക്കിയ ദി വാർ ഇൻ നമ്പേഴ്സ് എന്ന റിപ്പോർട്ട് പ്രകാരം ഒക്ടോബർ 1-ന് ക്ലോഡിയ ഷെയിൻബോൺ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം 14,725 നരഹത്യകളാണ് മെക്സിക്കോയിൽ രേഖപ്പെടുത്തിയത്. ജെറുസലേം ആസ്ഥാനമായുള്ള റോസിംഗ് സെന്ററിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ 2024-ൽ ഇസ്രായേലിലും കിഴക്കൻ ജെറുസലേമിലും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ 111 പീഡനങ്ങളും ആക്രമണങ്ങളും നടന്നതായി വെളിപ്പെടുത്തൽ. ഇതിലധികം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടെന്നും രചയിതാക്കളിൽ ഒരാളായ ഫെഡറിക് സാസോ അഭിപ്രായപ്പെട്ടു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം കാരണം വിശുദ്ധ ഭൂമിയിൽ ക്രിസ്ത്യൻ തീർത്ഥാടകരെ കാണാതാകുന്നുവെന്നും സാസോ പറഞ്ഞു. സഭാ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുവാനും സഭയിൽ കുർബാന അർപ്പണം സംബന്ധിച്ച് കൂടുതൽ സുതാര്യതയും വ്യക്തതയും ഉറപ്പാക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് വൈദികർക്കായുള്ള റോമൻ ഡിക്കാസ്ട്രി ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ പുതിയ ഡിക്രി പുറത്തിറക്കി. നിലവിലുള്ള ചട്ടങ്ങൾ പുതുക്കുന്ന ഡിക്രി ഏപ്രിൽ 20 ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. വിശുദ്ധ കുർബാനയുടെ നിയോഗത്തിനായി വിശ്വാസികൾ വൈദികർക്ക് നൽകി വരുന്ന കുർബാന അർപ്പണം തുടർന്ന് നൽകാമെങ്കിലും ഇതിന് വാണിജ്യ കൈമാറ്റത്തിന്റെ സ്വഭാവം ഉണ്ടാകരുതെന്ന് പുതിയ മാനദണ്ഡങ്ങൾ എടുത്തു പറയുന്നു. ഈസ്റ്ററിന് മുമ്പുള്ള വലിയ ആഴ്ചയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇപ്രകാരം പറഞ്ഞത്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. കുരിശിലെ യേശുവിന്റെ വേദനയിലൂടെയും ത്യാഗത്തിലൂടെയും എല്ലാ മനുഷ്യരാശിയോടുമുള്ള ദൈവത്തിന്റെ അതിരുറ്റ സ്നേഹവും ഭക്തിയും ഞങ്ങൾ കണ്ടു. അവന്റെ പുനരുദ്ധാനത്തിന്റെ ആ നിമിഷത്തിൽ നിത്യജീവന്റെ വാഗ്ദാനത്തിൽ ചരിത്രം എന്നേക്കുമായി മാറ്റിമറിക്കപ്പെട്ടു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.